നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ കാറ്ററിംഗ് വീഡിയോസ് കണ്ടിട്ട് പല കൂട്ടുകാരും ഇപ്പോൾ സ്വന്തമായിട്ട് വീടുകളിൽ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ഇതുവരെയും ഇഡ്ഡലി വീടുകളിൽ തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുള്ള അളവുകൾ അതേപടി എടുത്ത് നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമ്മുടെ ഈ ഒരു ഇഡ്ഡലി വീഡിയോ ജനലക്ഷങ്ങൾ ഏറ്റെടുത്തതാണ്. അതുപോലെ കൈവഴക്കം വന്ന പാചക കൂട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചോറ് വയ്ക്കുന്ന പൊന്നിയരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 3/4 കപ്പ് അളവിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന സുരേഖ അതുപോലുള്ള വെളുത്ത അരി എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള അരിയൊന്നും തന്നെ ഇല്ലെങ്കിൽ റേഷൻ അരിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഈ പൊന്നി അരിയും നമ്മുടെ ഇഡ്ഡലി റൈസിന്റെ കൂടെ ചേർക്കാം. ഇനി വേണ്ടത് 1 കപ്പ് അളവിൽ ഉഴുന്നാണ്. ഞാൻ ഈ ഒരു അരിയിലേക്ക് തന്നെയാണ് ഉഴുന്ന് ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. കൈകൊണ്ട് നല്ലവണ്ണം തിരുമ്മി ഒന്ന് ഇതിന്റെ ആ ഒരു പാല് പോലെ ഊറി വരുന്നത് മുഴുവനും കഴുകിക്കളയണം. കാടി വെള്ളം കഴുകാതെ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഇഡ്ഡലിക്ക് ഭയങ്കര പുളിപ്പ് കൂടുതലായി പോകും. ഒരു 3-4 തവണ വേണം നമുക്കിത് കഴുകാനായിട്ടും. ഇന്നത്തെ ഈ ഒരു ഇഡ്ഡലിക്കുള്ള അരി ഞാൻ കുതിർത്തിയെടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ ഇതുപോലെ അരിയിലേക്ക് ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർത്ത് ഞാനിവിടെ മൂടി വയ്ക്കും. ഇനി രാവിലെയാണ് നമ്മൾ അരി അരച്ച് ഇഡ്ഡലി മാവ് പൊങ്ങാനായിട്ട് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു തരി പോലും പുളിപ്പില്ലാത്ത ഇഡ്ഡലി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ കഴിക്കാൻ സാധിക്കും. ഈ ഒരു കൂട്ട് ഒരുപാട് വർഷക്കാലമായി ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കി വിൽക്കുന്നത്. അരിയും ഉഴുന്നൊക്കെ ഞാനിപ്പോൾ നല്ലോണം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം. 1/4 കപ്പ് അളവില് ചവ്വരിയാണ്. ചവ്വരി ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ ഇല്ല. എങ്കിലും ഇതിലേക്ക് ഒരു കാണാനൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചവ്വരി ചേർക്കുന്നത്. ഇനി വേണ്ടത് ഒരു നുള്ളു ഉലുവയാണ്. ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാവ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമുക്കൊരു 2-3 തവണ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് ഇതിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു തരി പോലും പുളിപ്പില്ലാത്ത ഇഡ്ഡലി നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ അരച്ചു വെച്ച മാവ് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ പുളിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഒരു തരി പോലും പുളിപ്പില്ലാതെ തന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കാൻ പറ്റും. നമ്മളിന്ന് കാണിക്കുന്ന ഈ ഒരു മാവിന്റെ കൂട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ദോശയും തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടെ കഴുകിയെടുത്തിട്ട് വരാം. ഞാനിപ്പോ ഇഡ്ഡലി റൈസാണ് ഇന്ന് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷെ പച്ചരി വെച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരിക്ക് പശപ്പ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയാം, നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇഡ്ഡലി റൈസാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. കൂടുതൽ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അരിയിലേക്ക് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയിൽ നിറയെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചോറും കൂടെ ചേർക്കുന്നുണ്ട്. ചോറ് ചേർക്കണമെന്നോ ഓരോ നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോറ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കാവുന്നതുമാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ട് അരിയെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രാത്രി മുഴുവനും തന്നെ നമുക്ക് ഈ അരി കുതിർന്നു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം തന്നെ അരി നല്ലപോലെ അരച്ച് നിങ്ങൾക്ക് മാവ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അരച്ച് കഴിഞ്ഞ് വെച്ചാൽ 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ മാവ് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വീർത്ത് വരും. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ രാവിലെയാണ് അരി അരച്ചെടുക്കാനും പോകുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ള ഉഴുന്നും പച്ചരിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം.
ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാലോ, നല്ല പോലെ തന്നെ ഒന്ന് നൊരി പൊട്ടി നിൽക്കുന്ന ഒരു പാകത്തിലാണ് അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് വാരി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കേണ്ടതും. ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് വാരിയിട്ട് കൊടുക്കാം. ഇനി ഇതേ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കും. ഇനി അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ആദ്യ അരി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൺകലത്തിലേക്ക് മാറ്റാം. മാവ് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ആദ്യ അരി നല്ലതുപോലെ പീസായിട്ട് അരച്ചാൽ പിന്നെ രണ്ടാമത് അരക്കുന്ന അരി നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ മാവിന് അല്പം കട്ടിയുള്ളതാണ് നല്ലത്. അങ്ങനെ 3 തവണകൾ കൊണ്ടാണ് നമ്മുടെ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുക്കരുത്. നല്ലവണ്ണം ഒന്ന് മുകളിലേക്കും താഴേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ മാവില് നല്ല ബബിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മാവ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മിക്സി ചൂടാകും. ആ ഒരു ചൂട് കുറക്കുന്നതിനായിട്ട് അരച്ചെടുക്കുന്ന മാവ് ഇതുപോലെ മൺകലത്തിൽ ഒഴിച്ചു വെക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം മൺകലം ഇല്ലെങ്കിൽ ചില്ല് പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു വെച്ചാലും മതിയാകും. ഇനി മൺകലം ഞാനിവിടെ മൂടി വെച്ച് കൊടുക്കുവാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ മൂടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവിന്റെ പാകം ഇതുപോലെയാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവൊന്ന് പതിയെ ഒന്ന് ഇളക്കി നോക്കാം. ഒരുപാട് ശക്തിയായിട്ടൊന്നും ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചെറിയ രീതിയിൽ ഇളക്കിയെടുത്താൽ മതിയാകും. അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്താണ് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചേർത്താൽ മതി കേട്ടോ. പഞ്ചസാര കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ആവി പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇഡ്ഡലി തട്ടിന്റെ മേലെയായിട്ട് അല്പം ബട്ടർ പുരട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ പുരട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ തവി മാവും പാത്രത്തിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഉയർത്തി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പാത്രം മൂടി വെച്ച് കൊടുക്കാം. ആവി നന്നായിട്ട് വന്നു തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഈ ഒരു ഇഡ്ഡലി വേവാനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം ഫുൾ ഫ്ലെയിമിലാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലപോലെ ആവി വന്നു തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വേണം വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി ആയിട്ട് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും നമ്മൾ ഇഡ്ഡലി എടുത്ത് മാറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഇഡ്ഡലിന്റെ മേലെയായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് കൈകൊണ്ട് തന്നെ അടർത്തി എടുക്കാൻ പാകത്തിലാണ് നമുക്ക് ഇഡ്ഡലി വേവായി കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇഡ്ഡലി എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഞാനിവിടെ താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണാലോ എത്ര ഫ്ലഫി ആയിട്ടും എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇഡ്ഡലിയുടെ ചൂട് ആറി വരുമ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്നും അടർത്തി മാറ്റാം. അതിനുശേഷം രണ്ടാമത്തെ തട്ടിലേക്ക് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഡ്ഡലി ഒന്ന് അടർത്തി മാറ്റാം. എന്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാനിത് അടർത്തി എടുക്കാൻ പോകുന്നത്. ഇതാ നോക്കിക്കോളൂ, സ്പോഞ്ച് പോലുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനിത് തവി കൊണ്ടൊന്നും ഇളക്കിയൊന്നും വെച്ചിട്ടുള്ളതല്ല. നമുക്ക് തൊട്ടാൽ ഇങ്ങനെ അടർന്ന് പോകുന്ന പരുവത്തിലാണ് ആയി വന്നിട്ടുള്ളത്. എല്ലാ ഇഡ്ഡലിയും ഞാനിവിടെ ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൂ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഞാനിവിടെ തയ്യാറാക്കി മാറ്റുവാണ്. ഈ ഒരു ഇഡ്ഡലിയുടെയും ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് അടർത്തി മാറ്റണം. രണ്ടാമത്തെ ഇഡ്ഡലിയും മൂടി തുറന്ന് നോക്കുവാണ്. ഇതും നമുക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല തേങ്ങാ ചട്നിയുടെ ഒപ്പം ഇഡ്ഡലി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് കണ്ടപ്പോൾ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാം. ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.